ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ഇനി ഒരു കുക്കറിലോട്ട് നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഈ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വലിയ ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഈ 2 പേസ്റ്റുകളും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് അവയുടെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം വഴറ്റണമെന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസും, 1 കപ്പ് ഗ്രീൻ പീസാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഉരുളൻകിഴങ്ങും 1 ക്യാരറ്റും 1 കപ്പ് ഗ്രീൻ പീസും, ഇത്രയും വെജിറ്റബിളാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ്, കോളിഫ്ലവർ, കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ മേലെ നിൽക്കും വിധം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 3 പച്ചമുളക്, 1/4 ടേബിൾ സ്പൂൺ ജീരകം, അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, ഇവിടെ ഞാൻ 3 കൈക്ക് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും തേങ്ങയും ചേർത്ത് കൊടുത്ത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നതിന് മുമ്പായിട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള ഒരു കുറുമയാണിത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.